പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ചെന്താമരയുടെ ശിക്ഷ ഇന്ന് പറയുക. 5 മാസം നീണ്ട വിചാരണയ്ക്കൊടുവിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. ഇന്ന് വിധി പറയുകയാണ് പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി. ജഡ്ജി കെന്നത്ത് ജോർജ് ആണ് വിധി പറയുന്നത്. എന്തായാലും ചെന്താമര കുറ്റക്കാരനെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയിട്ടുണ്ട്. അതിൽ തന്നെ നിർണായകമായ ചില വിവരങ്ങളുണ്ട്. ഈ കൊല്ലപ്പെട്ട സജിതയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറയിൽ കണ്ടെത്തിയ കാൽപ്പാടുകൾ അത് ചെന്താമരയുടെ തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ സജിതയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ ഒരു ഷർട്ടിന്റെ പീസ് അത് ചെന്താമരയുടെ ഷർട്ടാണെന്ന് ചെന്താമരയുടെ ഭാര്യ തന്നെ മൊഴി നൽകി. ഒപ്പം ഈ ചെന്താമരയുടെ വസ്ത്രത്തിൽ നിന്നും സജിതയുടെ രക്തം കണ്ടെത്തി. ഇതൊക്കെ ഏറെ നിർണായകമായിരുന്നു. കേസിൽ പ്രതി ചെന്താമര തന്നെയാണെന്ന് ഉറപ്പിക്കാൻ ഏറെ നിർണായകമായ വിവരങ്ങളായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിലൊക്കെ ചില വെല്ലുവിളികൾ കൂടി പ്രോസിക്യൂഷൻ നേരിട്ടിരുന്നു. അതായത് ഈ ചെന്താമര ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് വിചാരണ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. ഈ മാധ്യമങ്ങളോടക്കം പ്രതികരിക്കുമ്പോൾ തനിക്കൊരു കുറ്റബോധവും ഇല്ല, കുടുംബത്തെ ഇല്ലാതാക്കിയവരെ ഇല്ലാതാക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ഇതൊക്കെ സാക്ഷികളെ വലിയ രീതിയിൽ ഭയപ്പെടുത്തിയിരുന്നു. ഇതോടുകൂടി സാക്ഷികൾ കൂറുമാറുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഏറെ വെല്ലുവിളിയായി. എന്തായാലും കഴിഞ്ഞ ദിവസം ആണ് ഈ ചെന്താമര കുറ്റക്കാരൻ എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയത്. അത് കോടതി ശരിവെക്കുകയും ചെയ്തു. ഇതോടുകൂടി ഇന്ന് വിധി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ മിനിഞ്ഞാന്ന് കോടതി പിന്നെ ഈ വിധിക്ക് മേൽ, അതായത് കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയ നടപടിക്കുമേൽ ഒരു വിചാരണയുണ്ടായിരുന്നു. അതിനുശേഷം അപ്പോഴും ഈ ചെന്താമരയ്ക്ക് ഒന്നും പറയാനില്ലായിരുന്നു. അതായത് താൻ ചെയ്തതിൽ കുറ്റബോധമോ മറ്റെന്തെങ്കിലും കാര്യമോ ഒന്നും അയാൾ പ്രകടിപ്പിച്ചിട്ടില്ല. ഇതോടുകൂടി ഇന്ന് എന്തായാലും വിധി വരും. ഒപ്പം ഈ വധശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം.